Hi guys, free ആയിട്ട് മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. പിന്നെ അതേപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റിയ 3 ആപ്ലിക്കേഷൻസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 ഇപ്പൊ ജീവനോടെ ഇല്ല, ഒന്നിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കാണാം. അപ്പൊ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷന്റെ പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പറും OTP-യും അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പൊ അവിടെ ഒരുപാടധികം ആർട്ടിസ്റ്റുകൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ആർട്ടിസ്റ്റിന്റെ സോങ് ആണോ കേൾക്കേണ്ടത് ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാടധികം പാട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഒരുപാടധികം മ്യൂസിക്കുകൾ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട്. പിന്നീട് പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് പാട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷനിലേക്ക് അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സോങ്ങിന്റെ കാറ്റഗറി ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. റൊമാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, 90s സോങ്സ് ഉണ്ട്, ഹാപ്പി ഉണ്ട്, അങ്ങനെ ഒരുപാടധികം സോങ്ങുകളുടെ കാറ്റഗറി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്ത് പാട്ട് കേൾക്കേണ്ടത് എന്നതിനെ കുറിച്ച് അതിനോട് താഴെ രണ്ടാമതായിട്ട് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സോങ് ആണോ കേൾക്കേണ്ടത് ജസ്റ്റ് അത് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു സോങ് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന പാട്ടിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ആപ്ലിക്കേഷനിൽ അടുത്തടുത്ത പാട്ടുകൾ വരിക. അതായത് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട പാട്ടായിരിക്കും വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സോങ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത പാട്ടുകളും കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പാട്ട് സെർച്ച് ചെയ്ത് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു പാട്ട് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട മ്യൂസിക്കുകളൊക്കെ ഒരു ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്ലേ ആവുന്നതായിരിക്കും. അപ്പൊ ഒരു ആപ്ലിക്കേഷന്റെ പേര് ജിയോ 7 എന്നാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ജിയോ 7 എന്ന് അടിച്ചു കഴിയുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാടധികം പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനിൽ വരികയും ചെയ്യും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഇനിയും ഫ്രീ ആയിട്ട് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന കുറെ അധികം ആപ്ലിക്കേഷൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.